ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാർക്ക് ഓരോരോ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത്. ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാർക്കൊപ്പം 24 സഞ്ചരിച്ചു. അവരുടെ സമൂഹങ്ങളിലും ഗ്രൂപ്പുകളിലും ഞങ്ങൾ ചെന്നെത്തി. എന്താണ് വോട്ടർ പട്ടിക പറയുന്നത് നോക്കാം. ഓരോ മണ്ഡലത്തിലും വോട്ടർ പട്ടിക. പ്രാദേശികമായ വിഷയങ്ങൾ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്നത്, മറിച്ച് ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ പോലും വോട്ടർമാർക്ക് പ്രചരണ വിഷയങ്ങളും വോട്ട് ചെയ്യാനുള്ള മുഖ്യ വിഷയവുമായി മാറുന്നു. പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള ആ ഓർഡിനറി ബസ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോഴും ഓർമ്മയുണ്ടാവും. യാത്രക്കാർക്ക് പറയാനുള്ളതും ഇതാണ്. ഗവിയിലേക്കുള്ള ഓർഡിനറി ബസ്സിൽ നിന്നുള്ള 24-ന്റെ വോട്ടർ പട്ടിക. പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള ഓർഡിനറി ബസ്സാണിത്. ഗവിയിലെയും സമീപ പ്രദേശത്തെയുമുള്ള യാത്രക്കാരാണ് ഇതിലുള്ളത്. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ചെയ്യുന്നതിനകത്ത് വിഷയം അതല്ല. നമ്മൾ ജനങ്ങളായിട്ട് സാധാരണഗതി മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാനുള്ള കണക്കുകളാണ് നോക്കേണ്ടത്. അല്ലാതെ നോട്ട് നിരോധനം കൊണ്ട് നമുക്ക് ആർക്കൊരു പ്രയോജനം കിട്ടിയിട്ടില്ല. ഈ കഷ്ടപ്പാട് മാത്രം മിച്ചമുണ്ടായിട്ടുള്ളൂ. ഈ ദാരിദ്ര്യം മാത്രം ഈ 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട് മനുഷ്യൻ കിടന്ന് ദാരിദ്ര്യം മേളിൽ ദാരിദ്ര്യം കളിക്കുക. നമുക്ക് കേരളത്തിൽ വികസനം വരണം, നമ്മുടെ സുരേന്ദ്രൻ ജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ആര് ഭരിക്കുന്നു അവർക്ക് വോട്ട്, അത്രേ ഉള്ളൂ. നോട്ട് നിരോധനം വന്നപ്പോൾ ഒത്തിരി സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. വികസനങ്ങൾ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇപ്രാവശ്യത്തെ ഇലക്ഷനെ സ്വാധീനിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ആ നയങ്ങൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്തുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.